സങ്കീർത്തനങ്ങൾ ഒരു ധ്യാന പഠനം. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം. സങ്കീർത്തനങ്ങളുടെ തുടർമാനമായ പഠനത്തിൽ ഇന്ന് 143 സങ്കീർത്തനമാണ് നാം ധ്യാന വിധേയമാക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സങ്കീർത്തനം വായിച്ചുകൊണ്ട് അതിൻ്റെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി തരണമേ. നിന്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരമരുളണമേ. അടിയനെ ന്യായ വിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ. ജീവനുള്ളവനാരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. നിന്റെ സകല പ്രവൃത്തികളെയും ഞാൻ ധ്യാനിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ഞാൻ ചിന്തിക്കുന്നു. ഞാൻ എൻ്റെ കൈകളെ നിങ്ങളിലേക്ക് മലർത്തുന്നു. വരണ്ട നിലം പോലെ എൻ്റെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. യഹോവേ, വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ നിന്റെ മുഖത്തെ എനിക്ക് മറയ്ക്കരുതേ. രാവിലെ നിന്റെ ദയനെ കേൾക്കുമാറാക്കണമേ. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഞാൻ എൻ്റെ ഉള്ളം നിങ്കിലേക്ക് ഉയർത്തുന്നുവല്ലോ. യഹോവേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. യഹോവേ, നിന്റെ നാമനിമിത്തം എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. നിന്റെ ദയാൽ എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരൊക്കെയും നശിപ്പിക്കണമേ. ഞാൻ നിന്റെ ദാസൻ ആകുന്നുവല്ലോ. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് ഇത് എന്ന് തലക്കെട്ടിൽ നാം വായിക്കുന്നു. മുൻ സങ്കീർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് 142 സങ്കീർത്തനവും ആയിരിക്കുന്നത്. എന്നാൽ ഇത് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തെ മാത്രം ആസ്പദമാക്കി ചമച്ച ഒരു ഗീതമല്ല. താൻ കഴിഞ്ഞ കാലത്ത് കടന്നുപോയ കഠിന ശോധനകളെ മുഴുവൻ അയവിറക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ കഴിച്ച ഒരു പ്രാർത്ഥനയായിട്ട് വേണം നമുക്കിതിനെ മനസ്സിലാക്കാൻ. ഇതിലെ ആത്മീക ചിന്തകളെ പഠന സൗകര്യത്തിനായി 3 തലക്കെട്ടുകളിൽ സംക്ഷേപിക്കുകയാണ്. ഒന്ന്, ദാവീദിന്റെ അരിഷ്ഠിതാവസ്ഥകളാണ്. ശത്രുക്കളാൽ താൻ അനുഭവിക്കേണ്ടി വന്ന കൊടിയ പീഡകളെക്കുറിച്ച് 3, 4, 11, 12 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു. അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവനെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. എൻ്റെ മനം എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു. കഷ്ടതയിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. എൻ്റെ ശത്രുക്കളെ സംഹരിക്കണമേ. എൻ്റെ പ്രാണനെ പീഡിപ്പിക്കുന്നവരെയൊക്കെയും നശിപ്പിക്കണമേ. അപ്പോൾ നിലത്തിട്ട് തല്ലിത്തകർത്ത ഒരു പാത്രം പോലെ, കൊല്ലാൻ വേണ്ടി കാരാഗൃഹത്തിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു കുറ്റവാളിയെ പോലെ, പണ്ടെന്നോ മരിച്ചുപോയൊരു വ്യക്തി എന്നതുപോലെ ഹൃദയം ഉള്ളിൽ സ്തംഭിച്ചവനായി, നീറി പുകയുന്നവനായി, കഷ്ടതയും കൊടിയ പീഡനവും അനുഭവിക്കുന്നവനായി ദാവീദ് ഇവിടെ ആയിരിക്കുകയാണ്. ചൈതന്യത്തിൻ്റെ ഒരു നീറുറവ ദൈവമേ, നീ എനിക്ക് വേണ്ടി തുറന്നു തരണം. നിന്റെ ഹിതം ദയവായി നീ എനിക്ക് വെളിവാക്കി തരണം. നിന്റെ നല്ല ആത്മാവിനാൽ എന്നെ വഴി നടത്തണം എന്ന് താൻ ഇവിടെ ഹൃദയം തകർന്നവനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഭക്തന്മാരുടെ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആത്മീക ജീവിതം സുഖലോലുപമായ ഒരു പൂമത്തയുടെ അനുഭവമല്ല. കഷ്ടതയും കണ്ണുനീരും അനവധിയായി അനുഭവിക്കേണ്ടി വരുന്ന, അതിലൂടെ ദൈവത്താൽ ഒരുക്കിയെടുക്കപ്പെടുന്ന ഒരാത്മീയമായ പോരാട്ടക്കളമാണ് ക്രിസ്തീയ ജീവിതം എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹിതം നാം തിരിച്ചറിയണം. ആ ഹിതം മനസ്സിലാക്കണമെങ്കിൽ നാം ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കണം. നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. റോമാലേഖനം 12:1-2 വാക്യങ്ങൾ ഈ ചിന്തകളുമായി ചേർന്ന് വരുന്ന വചനഭാഗമാണ്. ദാവീദ് ഇവിടെ പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു എന്നാണ് പറയുന്നത്. ജീവിതത്തിലെ ഈ കൊടിയ കഷ്ടതയുടെ നടുവിൽ
കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ വിടുവിച്ച ദൈവത്തിൻ്റെ വിധങ്ങളെക്കുറിച്ച് താൻ അയവിറക്കുകയാണ്. ഗോലിയാത്തെതിരായി വന്നപ്പോൾ, കരടിയും സിംഹവും എതിരായി വന്നപ്പോൾ, ശൗൽ കൊല്ലാനായി അനേക പ്രാവശ്യം ശ്രമിച്ചപ്പോൾ, സ്വന്തം മകനായ അബ്ശാലോം തനിക്കെതിരായി വന്നപ്പോൾ, അഹിത്തോഫേൽ കൂറുമാറി തനിക്കെതിരായി തീർന്നപ്പോൾ, ശിമെയി തന്നെ കല്ലും മണ്ണും വാരി എറിഞ്ഞപ്പോൾ, ദേവോഗ് തന്നെ ഒറ്റിക്കൊടുത്തപ്പോൾ, പക്ഷേ അവിടെയെല്ലാം എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ഈ പ്രതിസന്ധിയിലും എന്നെ വിടുവിക്കുമെന്ന് ഓർത്ത് അവൻ ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൻ്റെ വമ്പൻ പ്രതിസന്ധികളുടെ നടുവിൽ നീ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും നീ കടന്നു പോയിട്ടില്ലേ? അന്നെല്ലാം നിന്നെ വിടുവിച്ച ഒരു നല്ല ദൈവം നിനക്കില്ലേ? ആ ദൈവത്തോട് ഇപ്പോഴും നിന്റെ പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞ് ആത്മാവിൽ ബലപ്പെടുവാൻ നിനക്ക് സാധിക്കേണ്ടതുണ്ട്. ശത്രുവിനെ നീക്കിത്തരണമേ, അവരെ സംഹരിച്ച് ദയവായി എന്നെ വിടുവിക്കണമേ എന്ന് ഭക്തനിവിടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സൻഹരീബ് ഒരു വലിയ സൈനിക വ്യൂഹവുമായി വന്ന് ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയ സന്ദർഭത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു ദൂതൻ അശൂർ പാളയത്തിലേക്ക് ചെന്ന് 1,85,000 ശത്രുക്കളെ സംഹരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി വിടുവിക്കുകയുണ്ടായി. ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവനാൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ പിൻഗമിച്ച ഫറവോനെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടുകൊണ്ട് ദൈവം അത്ഭുതകരമായി തൻ്റെ ജനത്തെ അവിടെയും വിടുവിക്കുകയുണ്ടായി. യഹൂദന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി യാക്കോബിനെ കൊന്ന ഹെരോദാവ് പത്രോസിനെയും കൊല്ലാൻ ഒരുമ്പെട്ടു എങ്കിലും ദൈവത്തിൻ്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു എന്നാണ് വായിക്കുന്നത്. ദാവീദിലൂടെ പറയുകയാണ്, ദൈവമേ, നിങ്കലേക്ക് ഞാൻ എൻ്റെ കൈകളെ മലർത്തുന്നു. കൈകളെ മലർത്തുക എന്ന വാക്കിന് പ്രസക്തമായ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, അത് പ്രാർത്ഥനയുടെ ഒരു പദമാണ്. പുറപ്പാട് പുസ്തകം 9:29 മോശ അവനോട്, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്തും. ബാധ മിസ്രൈമ്യ ജനത്തെ വിട്ടുമാറേണ്ടതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഫറവോൻ ആവശ്യപ്പെട്ടപ്പോൾ മോശ പറയുകയാണ്, ഞാൻ ഈ പട്ടണം വിട്ടു പോകുമ്പോൾ ദൈവത്തിങ്കിലേക്ക് കൈമലർത്തും എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും, ബാധ നിങ്ങളെ വിട്ടുമാറും. 88-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം, യഹോവേ, ഞാൻ ദിവസം പ്രതിയും നിന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ കൈകളെ നിങ്കിലേക്ക് മലർത്തുകയും ചെയ്യും. കൈകളെ മലർത്തുക. ആ വാക്കിൻ്റെ മറ്റൊരർത്ഥം നിസ്സഹായത വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല, എനിക്ക് സ്വയമേവ രക്ഷപ്പെടാൻ പറ്റില്ല, ദൈവമേ നീ എന്നെ സഹായിച്ചേ പറ്റൂ എന്ന് തൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരതയും നിസ്സഹായതയും ദൈവമുമ്പാകെ കൈമലർത്തി വെളിവാക്കുകയാണ്. ഈ സങ്കീർത്തനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ആത്മീക ചിന്ത ദൈവത്തിൻ്റെ 4 വിധ സവിശേഷതകളാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രകൃതിയും സ്വഭാവവും ഒക്കെ ഈ സങ്കീർത്തനത്തിൽ നന്നായി വിവരിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവം നമ്മെ സൗജന്യമായി നീതീകരിക്കുന്നവനാണ്. വാക്യം 2, അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. ന്യായവിസ്താരത്തിൽ പ്രവേശിക്കപ്പെടുന്നത് കുറ്റവാളികളാണ്, പാപികളാണ്. മനുഷ്യൻ എല്ലാവരും പാപികളാണ്. പാപത്തിൻ്റെ സാർവത്രികതയെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. 130-ാം സങ്കീർത്തനം 3-ാം വാക്യം, യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. യോബിന്റെ പുസ്തകം 25:4, 4:17, 9:2, 15:14 അവിടെയൊക്കെ നാം വായിക്കുന്ന ഒരു ആത്മീക ചിന്ത, മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും, സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും. സഭാപ്രസംഗി 7:20, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ലല്ലോ. പാപം എല്ലാവരിലും പ്രവേശിച്ചിരിക്കുകയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യന് രക്ഷ നേടേണ്ടതുണ്ട്. ആ രക്ഷ മനുഷ്യൻ്റെ കായക്ലേശം കൊണ്ടോ മനുഷ്യൻ്റെ ഏതെങ്കിലും അർപ്പണങ്ങൾ കൊണ്ടോ സുസാധ്യമല്ല. അവിടെയാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രാശ്ചിത്തത്തിൻ്റെ അതുല്യത നാം മനസ്സിലാക്കണം. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി അവൻ തൻ്റെ പ്രാണനെ വെച്ചു തന്നു.
ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, അഭക്തരായ നമുക്ക് വേണ്ടി തക്ക സമയത്ത് അവൻ മരിക്കിയാൽ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തെ അവിടുന്ന് പ്രദർശിപ്പിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ക്രിസ്തുവിലൂടെയുള്ള പാപക്ഷമ ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്താൽ മാത്രം ലഭ്യമാവുന്നതാണ്. പ്രവർത്തികളാലല്ല, വിശ്വാസത്താൽ നേടിയെടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കുന്ന സ്നേഹിതർക്ക് വേണ്ടി അർത്ഥസമ്പുഷ്ടമായ ആ ആത്മീകാലോചന തിരുവഴുത്തിലൂടെ ഒന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില വചനഭാഗങ്ങൾ ശ്രദ്ധിച്ചാലും, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ അഥവാ ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. അപ്പോസ്തല പ്രവൃത്തി 13:39 വാക്യം. റോമാലേഖനം 3:24-28 വാക്യം. ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. തീത്തോസിന്റെ ലേഖനം 3:5. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. എഫേസ്യ ലേഖനം 2:8-9 വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. വെളിപ്പാട് പുസ്തകം 7:10. രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാകുന്നു. താൻ നീതിമാനല്ല, പക്ഷെ ദൈവം നീതിമാനാണ്. ദൈവത്തിന് തന്നെ നീതീകരിക്കാൻ കഴിയുമെന്ന് ദാവീദിന് ഉറപ്പുണ്ടായിരുന്നു. അതാണ് 1:11 വാക്യങ്ങളിൽ താൻ വ്യക്തമാക്കുന്നത്. ദൈവമേ, നിന്റെ നീതിയാൽ എനിക്ക് ഉത്തരമല്ലണമേ. വാക്യം 11. നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം ചുമത്തുന്നവൻ ആര്? റോമാലേഖനം 5:1-9 വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ. 1 കൊരിന്ത്യർ ലേഖനം 6:11. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്താലും കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ അനുഗ്രഹീതമായ ചിന്ത ദൈവം നമ്മെ മറയ്ക്കുന്നവനാണ് എന്നുള്ളതാണ്. വാക്യം 9. യഹോവേ, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. അനർത്ഥത്തിൽ നിന്ന് അഭയം തേടാൻ എന്നതുപോലെ, ഒരു ഒളിസങ്കേതത്തിലേക്ക് ഓടി രക്ഷപ്പെടുന്നത് പോലെ ദൈവത്തോട് പറയാണ്, ദൈവമേ, നിന്റെ അടുക്കൽ ഞാൻ മറവിനായി വരുന്നു. ദൈവം നമ്മെ മറയ്ക്കുന്ന ദൈവമാണ്. അനർത്ഥകാലത്ത് അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. അവൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴെ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയവും പലകയുമാകുന്നു. കർത്താവിന് മഹത്വം. ദൈവം മറയ്ക്കുന്നു. 32-ാം സങ്കീർത്തനം 7-ാം വാക്യം. നീ എനിക്ക് മറവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. ദൈവം അനേകരെ മറച്ചു പരിപാലിച്ചിട്ടുണ്ട്. അനർത്ഥകാലത്ത് തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കുകയാണ്. തിരുനിവാസത്തിൻ്റെ മറവിൽ നമ്മെ മറയ്ക്കുകയാണ്. ചില അനുഭവങ്ങൾ ശ്രദ്ധിക്കണം. ബെന്യാമീനെ കുറിച്ച് ദൈവം പറയുന്നു. ആവർത്തനം 33:12 വാക്യം. ബെന്യാമിനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും, താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു. ദൈവത്തിന് മഹത്വം. ദാവീദിന്റെ അനുഭവം നോക്കണം. 1 ശമൂവേൽ 23:14. ഇക്കാലമൊക്കെയും ശൗൽ ദാവീദിനെ തെരഞ്ഞുകൊണ്ടേയിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. ശൗലിന് മാത്രമേ ദാവീദിനെ കാണാൻ തടസ്സമായി ഉണ്ടായുള്ളൂ. യോനാഥാൻ കാട്ടിൽ ചെന്ന് ദാവീദിനെ കാണുന്നുണ്ട്. അബ്യാഥാർ മഹാപുരോഹിതൻ കാണുന്നുണ്ട്. ഏദോമ്യനായ ദേവോഗി കാണുന്നുണ്ട്. കെയിലക്കാർ കാണുന്നുണ്ട്. സീഫിര് കാണുന്നുണ്ട്. പക്ഷേ ശൗലിന് മാത്രം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം അവനെ മറച്ചു പരിപാലിക്കുകയായിരുന്നു. ഏലിയാവിന്റെ ഒരു ജീവിതാനുഭവം നമുക്കറിയാം. ദേശത്ത് കൊടിയ ക്ഷാമമുണ്ടായപ്പോൾ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ യോർദാന് കിഴക്ക്
കെരീത്ത് തോട്ടിനരികെ ചെന്ന് ഒളിച്ചിരിക്കുക. അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവിനെ തിരക്കി ആഹാബ് രാജാവ് അന്നത്തെ ചുറ്റുപാടുള്ള സകല രാജ്യങ്ങളിലും ആളുകളെ അയച്ചു. അവന് ഞങ്ങളുടെ നാട്ടിലില്ല എന്ന് പറഞ്ഞ ആ രാജ്യക്കാരെ കൊണ്ടും ആ ജനതയെ കൊണ്ടും ആഹാബ് സത്യം ചെയ്യിച്ചിട്ടാണ് അവിടുന്ന് പിന്തിരിഞ്ഞത്. അവർക്കാർക്കും ഏലിയാവിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നത്തേതിൽ ഓബദ്യാവിൻ്റെ അടുക്കൽ ഏലിയാവ് തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ചെല്ലുമ്പോഴാണ് ഓബദ്യാവ് പോലും ഏലിയാവിനെ കാണുന്നത്. ദൈവം അവനെ മറച്ചു പരിപാലിച്ചു. 1 രാജാക്കന്മാർ 17:3-5 18-10 യിരെമ്യാവിനെ ഒരിക്കൽ പിടിക്കാൻ അക്കാലത്ത് രാജാവ് ശ്രമിച്ചു. അനന്തരം ബാരൂക്ക് എന്ന എഴുത്തുകാരനെയും യിരെമ്യാ പ്രവാചകനെയും പിടിപ്പാൻ രാജാവ് രാജകുമാരനായ രഹബയലിനോടും അസ്രഹേലിന്റെ മകനായ സെരയാവോടും അബ്ദേലിന്റെ മകനായ ശെലമ്യാവോടും കൽപ്പിച്ചു. എന്നാൽ യഹോവ അവരെ ഒളിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവനെ ഒളിപ്പിച്ചാൽ അവനെ പിടിക്കാൻ ഒരു ശത്രുവിന് സാധ്യമല്ല. ദൈവത്തെക്കുറിച്ചുള്ള വിവരണം. 3, നാം പോകേണ്ടുന്ന വഴി അവൻ നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ്. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. 8-ാമത്തെ വാക്യം. 25-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം. യഹോവ ഭക്തനായ പുരുഷനാർ അവൻ തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. 107-ാം സങ്കീർത്തനം 4-7-36 വാക്യം. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വേയുള്ള വഴിയിൽ നടത്തി. എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ യാത്ര ചെയ്യുന്നവർ വഴിയിൽ അലയുകയും വലയുകയും ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മെ വഴി നടത്താൻ ഒരാളിൻ്റെ ആവശ്യകതയുണ്ട്. ദൈവം പറയാണ്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. ദൈവം അനേകർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ചില സംഭവങ്ങൾ ഞാൻ ഉദാഹരിക്കാം. ശൗലിന്റെ കഴുതയെ കാണാതെ പോയി. അപ്പനായ കീശ് ശൗലിനോട് പറഞ്ഞു, നീ ഒരു ജോലിക്കാരനെ കൂടെ കൂട്ടി കാട്ടിലേക്ക് പോയി കഴുതയെ തിരക്കിക്കൊണ്ടുവരാൻ. അവൻ കാട്ടിലൂടെ അലഞ്ഞു നടന്നു. 3 ദിവസമായിട്ടും കഴുതയെ കണ്ടെത്തിയില്ല. ഇനി എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വലയുന്ന വേളയിൽ ഭൃത്യൻ പറഞ്ഞു, ഇവിടെ അടുക്കൽ ഒരു ദൈവദാസനുണ്ട്, അവൻ പറയുന്നതൊക്കെയും ഒത്തുവരുന്നു, നാം പോകേണ്ടുന്ന വഴി അവൻ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ അവർ ചെല്ലുന്നു. അവർ പോകേണ്ടുന്ന വഴി ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം അറിയിക്കുന്നു. ആ വഴി അവൻ്റെ ജീവിതത്തിലെ ഒരനുഗ്രഹത്തിൻ്റെ വാതായനം തുറക്കുന്ന നിമിഷങ്ങളായി മാറി. യേശുവിനെ കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച വിദ്വാൻമാർ നക്ഷത്രത്തെ പിൻഗമിച്ചുകൊണ്ടാണ് യെരൂശലേം വരെ എത്തിയത്. പക്ഷേ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവർ ഇറങ്ങിപ്പോയതിൻ്റെ ഫലമായി അവർക്ക് കുറെ വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. എങ്കിലും നക്ഷത്രം അവർക്ക് മീതെ പോയി ശിശു ഇരിക്കുന്ന വീടിന് മീതെ ചെന്ന് നിൽക്കുവോളം നക്ഷത്രം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടിട്ട് വീണ് ക്രിസ്തുവിനെ നമസ്കരിച്ചനന്തരം ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാൻ, ആ ശിശുവിൻ്റെ ജന്മവാർത്ത അറിയിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അവർക്ക് അരുളപ്പാടുണ്ടായി. അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവം അവരെ ഗൈഡ് ചെയ്തപ്പോൾ അവർ സ്വദേശത്തെത്താതെ എവിടേക്കോ അലഞ്ഞുടലാൻ തമ്പുരാൻ അനുവദിച്ചില്ല. ദൈവം അവരെ എത്തേണ്ടയിടത്ത് സ്വദേശത്ത് കൊണ്ടെത്തിച്ചു. സഹോദര, ജീവിതത്തിൽ ഒരു വഴി അറിയാതെ നീ ഭാരപ്പെടുകയാവാം. കർത്താവിനോട് പ്രാർത്ഥിച്ചാലും ദൈവം നിനക്ക് വേണ്ടി വഴി പറഞ്ഞു തരിക തന്നെ ചെയ്യും. വഴി പറഞ്ഞു തരാൻ അറിവുള്ള പല രക്തബന്ധങ്ങൾ പോലും പലപ്പോഴും പിന്മാറിപ്പോയേക്കാം. അവരതിൽ മനസ്സ് വെക്കാതെ വന്നേക്കാം. പക്ഷെ ഭാരപ്പെടേണ്ടതില്ല, ദൈവം നിനക്ക് വഴി പറഞ്ഞു തരും. മോശയുടെ ഭാര്യ സഹോദരനായിരുന്നു ഹോബാബ്. മിദ്യാന്യ പുരോഹിതനായിരുന്ന യിത്രോവിൻ്റെ മകനായിരുന്നു ഹോബാബ്. സിപ്പോറയുടെ ആങ്ങളയായിരുന്നു ഹോബാബ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വേളയിൽ ഹോബാബിനോട് ഒരിക്കൽ മോശ ഇങ്ങനെ ആവശ്യപ്പെട്ടു, നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കണം, ഞങ്ങളുടെ പാളയം ഇറങ്ങേണ്ടുന്ന സ്ഥലം നിനക്ക് നന്നായി അറിയാമല്ലോ, അതുകൊണ്ട് നീ ഞങ്ങളോടുകൂടെ പോരുക, യഹോവ ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മ ഞങ്ങൾ നിനക്ക് തരാം. പക്ഷേ ഹോബാബ് എന്താ പറഞ്ഞത്? ഞാൻ വരുന്നില്ല,
എൻ്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കിലേക്കും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന് മോശ, ഞങ്ങളെ വിട്ടുപോകരുതേ, മരുഭൂമിയിൽ ഞങ്ങൾ പാളയമിറങ്ങേണ്ടത് എങ്ങനെയെന്ന് നീ അറിയുന്നു, നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും. സംഖ്യ 10:29 മുതൽ 31 വരെയുള്ള വാക്യം. പക്ഷേ ആളിയനായ ഹോബാബ് അവരോടുകൂടെ പോകാതെ പിന്മാറി. മോശെ ഭാരപ്പെട്ടു. ദൈവമേ, നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവം അവർക്ക് മുമ്പേ പോയി. പുറപ്പാട് 13:21-22 വാക്യം. അവർക്ക് വഴി കാണിക്കേണ്ടതിന് യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. 25-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ദാവീദിന്റെ മറ്റൊരു പ്രാർത്ഥന 10-ാമത്തെ വാക്യമാണ്. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും ദൈവ ഇഷ്ടം നമുക്ക് തിരിച്ചറിയാൻ കഴിയാറില്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ചില ഇഷ്ടങ്ങളുണ്ട്, പക്ഷേ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളാണ് നമ്മെ നയിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ സമ്പൂർണ്ണമാകട്ടെ. നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു. പാപയാഗങ്ങളും സർവാംഗ ഹോമങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അങ്ങനെ ഭൂമിയിലേക്ക് വന്ന യേശു അത് തന്നെയാണ് പറഞ്ഞത്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേല തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ഗെത്സമനയിൽ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ. ഈ സങ്കീർത്തനത്തിലെ 3-ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത നേർനിലത്തിൽ നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. വാക്യം 10. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നേർനിലത്തിൽ നടത്തും, ഗ്രൗണ്ട് ലെവലിലൂടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് പാതകളെ നിരപ്പാക്കി തരും. ലോകത്തിൽ പലരെയും അശുദ്ധാത്മാവാണ് നയിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ ഒരു സംഭവം നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യനിൽ കുടികൊണ്ടിരുന്ന അശുദ്ധാത്മാവ് അവനെ വിട്ട് പുറപ്പെട്ടു പോയി. ആ അശുദ്ധാത്മാവിന് കയറി കുടിയിരിക്കേണ്ടതിന് നീരോട്ടമുള്ള പ്രദേശങ്ങളിലൂടെ തെരഞ്ഞു നടന്നു. പക്ഷേ ഒരു പ്രതലവും കിട്ടിയില്ല. ആ അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ ഈ വിട്ടുപോന്നിരുന്ന നേരത്തെ ഉള്ള മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: അടിച്ചു വാരിയും ആലങ്കരിച്ചും ഒഴിഞ്ഞും കിടന്നു. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഭയങ്കര പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അടിച്ചു വാരിയിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കുറവ്, ഒഴിഞ്ഞും കിടന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായ യേശുവിനെ രാജാവായി വാഴിക്കണം, നായകനായി നിയമിക്കണം, നമ്മെ ഭരിക്കാൻ കർത്താവിനെ അനുവദിക്കണം. ക്രിസ്തുവിനെ ഹൃദയത്തിൽ വസിക്കാൻ നാം ക്ഷണിക്കണം. അതില്ലാതെ ആ തലം, ഹൃദയം ഒഴിഞ്ഞു കിടന്നു. എന്ത് സംഭവിച്ചു? ആ ദുരാത്മാവ് പോയി തന്നിലും ദുഷ്ടതയേറിയ 7 അശുദ്ധാത്മാക്കളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ആ മനുഷ്യനിൽ കുടികയറി പാർത്തു. അവൻ്റെ സ്ഥിതി പിന്നത്തേതിൽ മുമ്പിലത്തേതിനേക്കാൾ വഷളായി മാറി. ലോകത്തിൽ പലരെയും അശുദ്ധാത്മാവ് നയിക്കുകയാണ്. എന്നാൽ നമ്മെ നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആദ്യാധ്യായമായ ഉൽപ്പത്തി മുതൽ അവസാന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം വരെയും പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനങ്ങൾ നാം കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു എന്ന് ഭാവിയുടെ പ്രത്യാശയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ബൈബിൾ സമാപിക്കുന്നത്. ഇതിനിടയിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് അനേകരെ വഴി നടത്തിയിട്ടുള്ളതായി നാം കാണുകയാണ്. ഇക്കാലഘട്ടത്തിൽ നമ്മെ വഴി നടത്താൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവിനോട് വാങ്ങി യേശുക്രിസ്തു നമുക്കായി അയച്ചു തന്നിട്ടുണ്ട്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആ ദൈവാത്മാവ് നമ്മെ ബോധവൽക്കരിക്കും. മാത്രമാണോ, ശക്തി ലഭിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഭൂമിയിലൊക്കെയും പോകാൻ അവിടുന്ന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന നല്ല ആത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ സകലവും നമുക്ക് ഉപദേശിച്ചു തരുന്നവനാണ്. യോഹന്നാൻ 14:26.
പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സകലവും നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ചെല്ലാം. അങ്ങനെ ചെന്നപ്പോഴാണ് തേരിലിരുന്നു കൊണ്ട് വചനം വായിച്ചു കൊണ്ടുപോകുന്ന ഷണ്ണനെ കാണുന്നത്. തേരിനോട് ചേർന്ന് നടക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു. അങ്ങനെ ചേർന്ന് നടന്നു. അവന് കയറി ആ കുതിര വണ്ടിയിൽ ഇരിക്കാൻ ആദ്യം അവസരം കിട്ടി. പിന്നത്തേതിൽ ആ ധനകാര്യമന്ത്രിയായിരുന്ന ഷണ്ണനെ സ്നാനപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകി. ഫിലിപ്പോസിനെ മാത്രമാണോ? പൗലോസിന്റെ അനുഭവം നോക്കണം. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ബെഥൂന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 13:2-4 വാക്യം, 16:6-7 വാക്യം. ദാവീദിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കഷ്ടതയെക്കുറിച്ച് മാത്രമല്ല, താൻ കടന്നുപോയ പലവിധമായ കഷ്ടതകളെ അനുസ്മരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആശ്രയം കൊള്ളുന്ന ഒരു ഭക്തനെയാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ഒന്ന്, ദാവീദിന്റെ ജീവിതത്തിലെ അരിഷ്ടതാവസ്ഥകളാണ്. ഹൃദയം സ്തംഭിച്ചവനായി, ഹൃദയം നടുങ്ങുന്നവനായി, എന്ത് ചെയ്യുന്ന അറിയാതെ കുഴങ്ങുന്നവനായി, ശത്രുവിനാൽ വളരെ വളയപ്പെട്ടവനായി, വലയപ്പെട്ടവനായി, ദൈവമേ എന്നെ സഹായിക്കണമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ എന്ന് നിലവിളിക്കുന്ന ഭക്തനെ നാം ഈ സങ്കീർത്തനത്തിൽ കാണുകയാണ്. ശത്രുക്കളെ സംഹരിച്ച് ദൈവം ഭക്തന്മാരെ വിടുവിച്ചതുപോലെ എന്നെയും വിടുവിക്കണമേ എന്ന് താൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ വിടുവിച്ച ദൈവം ഇവിടെയും വിടുവിപ്പാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. 2, ദൈവത്തിന്റെ 4 വിധ സവിശേഷതകളായിരുന്നു. 1, അവൻ നമ്മെ സൗജന്യമായി നീതീകരിക്കുന്നു. നാം ചെയ്യുന്ന നീതി പ്രവർത്തികളാലല്ല, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ സൗജന്യമായി ദൈവം നമ്മെ നീതീകരിക്കുന്നു. 2, ദൈവം നമ്മെ മറയ്ക്കുന്ന ദൈവമാണ്. ദൈവം പലരെയും മറച്ചു പരിപാലിച്ചു. ഒരു ശത്രുവിനും അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇക്കാലമൊക്കെയും ശൗൽ ദാവീദിനെ തെരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. 3, പോകേണ്ടുന്ന വഴി കാണിച്ചു തരുന്ന ദൈവം എന്നുള്ളതാണ്. ശൗലിന് വഴി കാണിച്ചു കൊടുത്തു, വിദ്വാൻമാർക്ക് വഴി കാണിച്ചു കൊടുത്തു, ഇസ്രായേൽ ജനത്തിന് ദൈവം വഴി കാണിച്ചു കൊടുത്തു. ഹോബാബ് എന്ന മോശയുടെ അളിയൻ വഴിമാറിയ വേളയിലും ദൈവം തന്റെ ജനത്തെ സുഗമമായി വഴി നടത്തി അവരെ കനാനിൽ കൊണ്ടെത്തിച്ചു. 4, ദൈവേഷ്ടം ചെയ്യാൻ ദൈവം നമ്മെ പഠിപ്പിക്കും. കർത്താവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തന്റെ ഹിതം നിനക്കും വെളിവാക്കി തരിക തന്നെ ചെയ്യും. 3, നേർനിലത്തിൽ നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. ലോകത്തിൽ പലരെയും അശുദ്ധാത്മാവ് നയിക്കുമ്പോൾ, സഹോദര, നീ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നേർനിലത്തിൽ വഴി നടത്തും. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 20-ാമത് വചനം. അവരെ ഉപദേശിച്ച് നടത്തേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ അവർക്ക് കൊടുത്തു. ദാവീദും ആസാഫും സോളമനും ഹേമാനും ഏഥാനും മോശയും. ദാവീദും ആസാഫും സോളമനും ഹേമാനും ഏഥാനും മോശയും. കോരഹിൻ പുത്രന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തനങ്ങൾ. കോരഹിൻ പുത്രന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. വീണയും നാദവും കൈത്താളവും തപ്പും തമ്പുരുവും കിന്നരവും. വീണയും നാദവും കൈത്താളവും തപ്പും
മനുഷ്യാശ്രയം വ്യർത്ഥം ദൈവാശ്രയം ശ്രേഷ്ഠം ഇതാണല്ലോ മധ്യവാക്യം മനുഷ്യാശ്രയം വ്യർത്ഥം ദൈവാശ്രയം ശ്രേഷ്ഠം ഇതാണല്ലോ മധ്യവാക്യം വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന വേദത്തിൻ സാരാംശവും എക്കാല ഭക്തരും പാടിടുന്ന സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിൻ ആശ്വാസ കീർത്തനങ്ങൾ സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിൻ ആശ്വാസ കീർത്തനങ്ങൾ ആലപിക്കാം നമുക്കാരാധിക്കാം ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം ആലപിക്കാം നമുക്കാരാധിക്കാം ആത്മാവിൽ ചൈതന്യം ആസ്വദിക്കാം സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിൻ ആശ്വാസ കീർത്തനങ്ങൾ